അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല, ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ളത്. അപ്പോൾ മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധമാണ് നമ്മുടെ മുന്നിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇതൊരു വിജയമായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. നിരവധി മീഡിയയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ നിലവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ഒരുപാട് ആളുകൾ എത്തിയ ഒരു പ്രതിഷേധ പരിപാടിയാണ്. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ മുൻപ് ഇതുപോലെ പറഞ്ഞ കാര്യമാണ്, ഇത് ആരുടെയും അവസരം തട്ടിയെടുക്കുന്ന ഒരു പരിപാടിയല്ല. ന്യായമായ CPO ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ CPOയുടെ ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലോട് തന്നെ ഇത് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ CPOയുടെ റാങ്ക് ലിസ്റ്റിൽ, അതും 7 ബറ്റാലിയനുകളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയ നിരയാണ് നമുക്ക് മുന്നിലായിട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ സ്ഥിരമായിട്ട് തിരുവനന്തപുരത്തുള്ള ആളാണ്, എനിക്കറിയാൻ പറ്റും ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത മറ്റൊരു സമരം ഇതിന്റെ ഫ്രണ്ടിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇത് പ്രതിഷേധമല്ല, ഇതൊരു കൂട്ടായ്മയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സർക്കാരിന്റെ മുന്നിലും അതുപോലെ PSC മുന്നിലൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്നത്.